19 കട്ടുകളാണ് പറഞ്ഞേക്കുന്നത്. ഏതൊക്കെയാണെന്ന് സാറിന് ഒന്ന് പറയാൻ പറ്റും? അങ്ങനെ ഫുള്ളായിട്ട് മറ്റേ ബീഫ് ബിരിയാണി കഴിക്കുന്ന ഭാഗം, പിന്നെ അതുപോലെ തന്നെ ഗണപതി വട്ടം എന്ന് പറയുന്നത് യൂസ് ചെയ്യുന്ന ഏരിയ, പിന്നെ അതുപോലെ തന്നെ പ്രണാമം എന്ന് പറയുന്നൊരു ഭാഗം, പിന്നെ ഒരു പർദ്ദയിട്ട് പോകുന്നൊരു ഏരിയ ഉണ്ട്. പർദ്ദ ഇടാൻ പാടില്ല, ഐഡൻറ്റിറ്റിക്ക് പ്രശ്നമുള്ള ഇതാണ്. അതായത് അവരെന്തോ ഭയപ്പെടുന്നു, ആ ഭയപ്പെടുന്ന മെസ്സേജ് ഈ സിനിമയിലുണ്ട്. ഈ സിനിമ വളരെ രസകരമായിട്ട്, അതായത് ഇപ്പോൾ വരും കാലങ്ങളിൽ ഇറങ്ങിയ പടമായിരുന്നത് വയലൻസോ ഒരു ബ്രുട്ടാലിറ്റിയോ ഒന്നുമില്ല. ഒരു രസകരമായ ലവ് സ്റ്റോറി പറയുന്നു. സ്നേഹം കറക്റ്റായി പറയുന്നുണ്ട്. സ്നേഹം നമ്മൾ മതമോ ജാതിയോ നിറമോ നോക്കിയിട്ടല്ലല്ലോ ഒരാളെ സ്നേഹിക്കുക. അപ്പോൾ സ്നേഹം കറക്റ്റായിട്ട് പറയുന്നുണ്ട്. ആ സ്നേഹം പറയുന്ന സമയത്ത് അതിൻ്റെ അവർ ഒത്തുചേരലിൽ ഞങ്ങളൊരു മെസ്സേജ് കൊടുക്കുന്നുണ്ട്. ആ മെസ്സേജാണ് ഇവർ ഭയപ്പെടുന്നത്. ഇവർ പറയുന്ന കട്ടുകൾ എല്ലാ കട്ട് ചെയ്താലും പിന്നെ സർട്ടിഫിക്കറ്റ് എന്നാണ് പറയുന്നത്. അതായത് നാളത്തെ യുവാക്കൾ ഈ സിനിമ കാണരുത്, അതാണ് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ ഇവർ പറയുന്ന എല്ലാ കട്ട് ചെയ്താലും സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നിടത്ത് ഒരു അതിശയോക്തിയുണ്ട്. ആദ്യം ശരിക്കും സെൻസർ ബോർഡ് പ്രശ്നം പറഞ്ഞില്ല, കേന്ദ്രത്തിലേക്ക് അയച്ചതിന് ശേഷമാണ് ഇത് വന്നത്. സെൻസർ ബോർഡ് ആദ്യം പറഞ്ഞ് മൂന്ന് മ്യൂട്ടും പിന്നെ ഒരു റാപ്പ് ഉണ്ട്, ഷൈനികൻ തന്നെ പാടി വളരെ ഗംഭീരമായി നല്ല അഭിനയിച്ചിട്ടുള്ള റാപ്പ്. അതിന് കുറച്ച് വരികൾ ഭരണത്തിനെതിരാന്ന് പറഞ്ഞു. അപ്പോൾ ശരി, ഞങ്ങൾ വരികൾ മാറ്റി തരാറുണ്ട്. ഞങ്ങൾ നിർബന്ധിതമായി ആ സിനിമ ഇറക്കാൻ.